Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2025-le JEE examination. നമുക്ക് അറിയാം JEE examination mains ഉണ്ട്, advanced ഉണ്ട്. ഈ ഓൺലൈൻ എക്സാമിനേഷനിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളിൽ, അതായത് NIT-കളിൽ, IITസിൽ, IISTകളിൽ, IITകളിൽ ഒക്കെ അഡ്മിഷൻ നേടാനുള്ള ഈ JEE മെയിൻസ് എക്സാമിനേഷന് ഈ വർഷം മുതൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പ്രിവിലേജ് അനുവദിച്ചിരിക്കുന്നു. എന്താണ് ഈ പ്രിവിലേജ് നമുക്കൊന്ന് നോക്കാം. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒക്ടോബർ 28 മുതൽ നവംബർ 22 വരെ JEE മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് JEEയുടെ വെബ്സൈറ്റായ jeemains.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്താൽ ആ പ്രോസ്പെക്ടസിലെ 3rd മുതൽ 6th വരെ ഉള്ള പാർട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ അവിടെ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഓരോ അവറിനും 20 മിനിറ്റ്സ് വീതം എക്സ്ട്രാ ടൈം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് ലഭിക്കും. നമുക്കറിയാം JEE എക്സാമിനേഷൻ എഴുതേണ്ടത് 3 അവേഴ്സിൻ്റെ എക്സാമിനേഷനാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 3 സബ്ജക്ട്സിൻ്റെ 75 ക്വസ്റ്റ്യൻസിൻ്റെ 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ. ഈ 3 അവേഴ്സ് എന്ന് പറയുന്നതിൽ ഓരോ അവറിനും 20 മിനിറ്റ്സ് വീതം എക്സ്ട്രാ. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും 20 മിനിറ്റ്സ് എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ 4 അവേഴ്സ് കൊണ്ട് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. 1 മണിക്കൂറിൻ്റെ എക്സ്ട്രാ ടൈം ലഭിക്കും. ഇനി ഇതിനോടൊപ്പം ആ എക്സാമിനേഷൻ എഴുതുന്ന ആ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് 40% എങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രിവിലേജ് ലഭിക്കുക. ഇനി 40% ഡിസേബിലിറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ 3 to 6 പാർട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളിൽ പോയി ആ സർട്ടിഫിക്കറ്റും ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വാങ്ങി എൻട്രൻസ് കമ്മീഷണർക്ക് JEEക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തു വേണം നാം ഈ എലിജിബിലിറ്റി നേടിയെടുക്കാൻ. ഈ നേടിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഡിസബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സപ്പോർട്ടും നമുക്ക് ആവശ്യപ്പെടാം. നമുക്കൊരു സ്ക്രൈബിൻ്റെ സപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഒരു റീഡറുടെ സപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഈ സ്ക്രൈബിനെ വെക്കുന്നതാണേലും ഈ റീഡറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണേലും നാം എക്സാമിനേഷൻ എഴുതുന്ന കാൻഡിഡേറ്റിനേക്കാൾ എലിജിബിലിറ്റി കുറഞ്ഞ, ഏജ് കുറഞ്ഞ ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിനു വേണ്ട എല്ലാ എലിജിബിലിറ്റികളും നാം JEEയുടെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനാണ് ഈ പ്രിവിലേജുകളെല്ലാം ലഭിക്കുക. 1 hour എക്സാമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് തീരേണ്ട എക്സാമിനേഷൻ 4 മണിക്കൂർ കൊണ്ട് എഴുതാനുള്ള ഒരു പെർമിഷൻ ലഭിക്കും. അതിനോടൊപ്പം എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിച്ചു തരേണ്ടത് ആവശ്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കും. ഒരു ബബിൾ ഫില്ല് ചെയ്യാൻ, ഒരു കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന് ഒരു സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്ക്രൈബിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് ലഭിക്കും. ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് 40% എബോവ് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും നാം കളക്ട് ചെയ്ത് ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്ന, എന്നിട്ട് ആ എലിജിബിലിറ്റി നേടിയെടുക്കുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ പ്രിവിലേജുകളൊക്കെ ലഭിക്കുക. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ IITകളിലും IITസിലും IISTകളിലും അതേപോലെ NITകളും ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതുപോലൊക്കെ ക്യാമ്പസുകളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള ഈ JEE എക്സാമിനേഷൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 11ലെയും 12ലെയും പോർഷൻസിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ JEE എക്സാമിനേഷൻ നന്നായി പഠിച്ച് എഴുതാൻ നമുക്കറിയാം. ഈ എക്സാമിനേഷൻ തന്നെ phase 1 ഉണ്ട്, phase 2 ഉണ്ട്. phase 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജനുവരിയിലും phase 2 എക്സാമിനേഷൻ ഏപ്രിലുമാണ് നടക്കുന്നത്. ഈ 2 പരീക്ഷയുടെ ഈ മാർക്കിൻ്റെ പെർസെൻറ്റൈൽ സ്കോർ നോക്കി അതിൽ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് വരുന്ന 2 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നമുക്കൊരു നല്ല റാങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്യാമ്പസുകളിലും അവിടെ റിസർവേഷനും ഉണ്ട് അഡ്മിഷന്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ആ എലിജിബിലിറ്റി നേടിയെടുക്കാനും ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള അഡ്മിഷൻ റിസർവേഷൻ നമുക്ക് കൺസിഡറേഷൻ ലഭിക്കുകയും ഒക്കെ നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ ഈ കൃത്യമായ സമയത്ത് ഒക്ടോബർ 28 നവംബർ 22 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു തീർക്കാൻ ഡിസബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം ഈ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഹോസ്പിറ്റലുകളിൽ പോയി അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും അപ്ലോഡ് ചെയ്തുകൊണ്ട് എലിജിബിലിറ്റി നേടിയെടുത്ത് ജെയുടെ എക്സാമിനേഷനിലൂടെ ഏറ്റവും മികച്ചൊരു ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ഇനി ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായി കൃത്യമായി നിങ്ങളിലേക്ക് ആൽഫ അക്കാഡമി എത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് 2025 JEE എക്സാമിനേഷൻ ഏറ്റവും നല്ലൊരു വിജയം നേടിയെടുക്കാൻ ആൽഫ അക്കാഡമിയുടെ എക്സ്റ്റൻഡഡ് ക്രാഷ് കോഴ്സിലേക്കോ ലോങ് ടൈം കോച്ചിങ്ങിലേക്കോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായോ ഒക്കെ നമുക്ക് പഠിക്കാം. ഏതൊരു സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.